എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മളെ ചാന്തോക്യ ഉപനിഷത്താണ് മധുവിദ്യ അല്ലെങ്കിൽ പഞ്ചാഗ്നി വിദ്യയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടു ആസ് ഈസ് ദി മൈക്രോകോസം സോ ഈസ് ദി മാക്രോകോസം അല്ലെ, അല്ലെങ്കിൽ തിരിച്ച് ആസ് ഈസ് ദി മാക്രോകോസം സോ ഈസ് ദ മൈക്രോകോസം. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മാനിഫെസ്റ്റേഷൻസ് എല്ലാത്തിനെ തന്നെയും അത് തന്നെയാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത്. അവിടെ നമുക്ക് റോളൊന്നുമില്ല. ഒരു കുഞ്ഞിന്റെ ജനനം അല്ലെ, ചൈൽഡ് ബർത്ത് ആണെങ്കിലും വേറെ ഏത് ജീവിയുടെ കുഞ്ഞിന്റെ ജനനമാണെങ്കിലും എല്ലാം തന്നെ എത്ര കാലം ഇവിടെ നിലനിൽക്കണം, എപ്പോ വിഡ്രോ ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക യൂണിവേഴ്സൽ ലോ, ഒരു പ്രകൃതി നിയമം അനുസരിച്ചാണ് ഇവിടെ നടക്കുന്നതെന്ന് കണ്ടു. ഇവിടെ മനുഷ്യന്റെ റോൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. കാരണം ഇതെല്ലാം നടക്കുന്നത് ഒരു ഹയർ റെലംസിലാണെന്ന് കണ്ടു. കാലം, വിധി എന്ന നിയതി, ഇത് രണ്ടും ഈശ്വരേച്ഛയാണ്. അപ്പോ ഈ സ്ഥൂല ശരീരം, മനസ്സ്, ബുദ്ധി ഇവയ്ക്ക് അറിയാനോ മനസ്സിലാക്കാനോ ഇതിന് സാധ്യമല്ല. ഏതോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസ്സസഹ, മനസ്സുകൊണ്ട് ചിന്തിക്കാനോ വാക്കുകൾക്കപ്പുറമുള്ള ഒരു മഹാശക്തിയാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് കണ്ടു. അപ്പൊ ഈ സൂക്ഷ്മ തലങ്ങളെല്ലാം തന്നെ അതിന്റെ കോസ് ആൻഡ് ഇഫക്റ്റ് നടക്കുന്നത് എവിടെയാണ്? ഹയർ റെലംസിലാണ്, ഉയർന്ന തലത്തിലാണ്. അപ്പൊ അതിന്റെ വെറും ഒരു സ്ഥൂലാവസ്ഥയിലുള്ള പ്രക്രിയയാണ് നമ്മൾ ഇവിടെ നമ്മുടെ സ്ഥൂല നേത്രങ്ങൾക്ക് നാമരൂപങ്ങളായിട്ട് കാണുന്നത്. ഇതിന്റെ പുറകിലെല്ലാം തന്നെ അതിസൂക്ഷ്മമായ സട്ടിൽ ആൻഡ് സട്ടിലസ്റ്റ് എന്ന് പറഞ്ഞു, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം, പല വിഷയങ്ങളും ഉണ്ട്. അപ്പോ മുകളിൽ ഇരിക്കുന്ന ജീവൻ വീണ്ടും ഭൂമിയിൽ വരാൻ കാരണം അത് ജന്മമെടുക്കുമ്പോൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾ. അത് ജന്മമെടുക്കുമ്പോൾ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, അതാണ് നമ്മളെ ജന്മമെടുത്ത കഴിഞ്ഞുള്ള സമയം, അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളും കർമ്മഫലങ്ങളുമാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു കുഞ്ഞു ഭൂമിയിൽ ജനിക്കുന്നത്? ഇവിടെ തൊട്ടാണ് നമ്മൾ വീണ്ടും നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ചിലർക്ക് കുട്ടികൾ ഇല്ലാത്തത്, ചില കുഞ്ഞുങ്ങൾ ജനിച്ച കാലം കഴിഞ്ഞ് ഭൂമി വിട്ടുപോകുന്നത്? അപ്പൊ നമുക്കറിയാം, കുറച്ചു കാലം ജീവിച്ചിരിക്കും, പ്രസവിച്ച ഉടനെ മരിക്കുന്നുണ്ട്. ആ ഒരു 9 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവനോടെ കിടന്ന കുഞ്ഞ് പ്രകൃതിയിൽ വരുമ്പോഴത്തേക്കും ജീവൻ ഇല്ലാതാകുന്നു. കുറച്ചു കാലം അല്ലെ ജീവിച്ചിട്ട് മരിക്കുന്നു. അപ്പൊ നമ്മൾ അതിനെ നേരത്തെ വളരെ ശൈശവ മരണം എന്നൊക്കെ പറയാറുണ്ട്. ഇതൊന്നും നമ്മൾ കാണുന്ന, നമ്മൾ നിശ്ചയിക്കുന്ന പേരുകളൊന്നും അല്ല. അത് എത്ര കാലം ഇവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രകൃതിയാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ രഹസ്യങ്ങളെല്ലാം തന്നെ പ്രപഞ്ചത്തിൽ നിക്ഷിപ്തമാണ്. അപ്പൊ എല്ലാവരും ഈ പരബ്രഹ്മത്തിന്റെ, സത്യവസ്തുവിന്റെ അല്ലെങ്കിൽ ഈ ശിവത്തിന്റെ മക്കള് തന്നെയാണ്. അപ്പൊ ആ മക്കൾ എന്ത് വേണം, എപ്പോ വരണം, അവരുടെ കർമ്മഫലങ്ങൾ നമ്മളും പറയാറുണ്ട് അല്ലെ. ഓരോ കുട്ടികൾക്ക് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ശിക്ഷ കൊടുക്കും. അപ്പൊ അത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വീണ്ടും വീണ്ടും അത് തെറ്റ് ചെയ്യാതിരിക്കും. അവനവന്റെ കുട്ടികളെ നന്നാക്കി വളർത്തുക എന്നുള്ള ചുമതല മാതാപിതാക്കന്മാരിൽ നിക്ഷിപ്തമാണ്. നമ്മൾ പറയില്ലേ, ഇല്ലെങ്കിൽ സമൂഹം ശിക്ഷിക്കും കുട്ടികളെ. അതുപോലെ പ്രകൃതിയുടെ മക്കളാണ്, അവരുടെ അച്ഛൻ അമ്മമാരെല്ലാം അവിടെയുണ്ട്. അവർക്കറിയാം എന്തൊക്കെ ശിക്ഷ കൊടുക്കണം, എത്ര കാലം ഇവിടെ ജീവിക്കണം, കൈയില്ലാതെ വരിക, കാലില്ലാതെ, ഊമയായിട്ട് വരിക, ബധിരനായിട്ട് വരിക അല്ലെ, കുഷ്ഠരോഗിയായിട്ട് വരിക, ഇങ്ങനെ എത്ര എത്ര എന്താ പറയാ പാപങ്ങളുടെ ഫലമായിട്ട് വരുന്ന കർമ്മങ്ങളും കൊണ്ടാണ് ഓരോ ജീവനും ഭൂമിയിൽ വരുന്നത്. കാലില്ലാതെ മുട്ടയിൽ ഇഴഞ്ഞു നടക്കുക. നമ്മളിത് കാണുമ്പം അയ്യോ എന്താണ്, നമുക്ക് ഭയങ്കര എന്താ പറയാ സിമ്പതിയാണ്, ആവശ്യമില്ലാത്ത ഒരു സിമ്പതിയാണത്. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇതെല്ലാം തീരുമാനിച്ചിരിക്കുന്ന, അവർക്ക് ശിക്ഷ കൊടുക്കുന്ന എന്തിനാ? ആ ജീവനെ നന്നാക്കി തിരിച്ചു കൊണ്ടുപോകാനാണ്. ഇതിന്റെ നിയമവും നടപ്പാക്കുന്നതും എല്ലാം തന്നെ ആ ഒരു ഉയർന്ന തലത്തിലാണ്. അപ്പൊ പരബ്രഹ്മത്തിന്റെ അഥവാ ആ സത്യവസ്തുവിന്റെ മക്കളാണ് ഈ കാണുന്ന പ്രകൃതിയിലെ എല്ലാം. ഈ പ്രപഞ്ചത്തിലെ ഒരു അണു മുതല് അല്ലെങ്കിൽ ഒരു അമീബ മുതല് ബ്രഹ്മാവ് വരെയുള്ള എല്ലാം ആ പ്രപഞ്ച മക്കള് തന്നെയാണ്. അവർക്ക് എന്തൊക്കെയാണ് നന്മയെന്നും തിന്മയെന്നും എല്ലാം അവർക്കറിയാം. അപ്പോ ഈ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക. അപ്പൊ ഈ 5 അഗ്നികള് അഥവാ ത്യാഗങ്ങൾ, അതിനെയാണ് പഞ്ചാഗ്നികൾ. അഗ്നികൾ എന്നുള്ളതിന് പ്രത്യേക അർത്ഥം മനസ്സിലാക്കിക്കോളൂ. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? ചാന്തോക്യ ഉപനിഷത്തില് അഗ്നി എന്ന് പറഞ്ഞാല് ത്യാഗം, നമ്മൾ ത്യജിക്കുക. ഓരോരുത്തരും ഓരോന്ന് ത്യജിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ 5 അഗ്നികള് അല്ലെങ്കിൽ അഥവാ ത്യാഗങ്ങള്? ഒന്ന് നമ്പർ 1 സ്വർഗം അഥവാ പ്രപഞ്ചം. 2 ആകാശം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ, കാറ്റ്, മേഘം, മഴ. 3 ഭൂമി. 4 പുരുഷൻ. 5 സ്ത്രീ. ഈ 5 പേര് ചെയ്യുന്ന ത്യാഗങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് ഒരു ജീവൻ
പുറത്തേക്കില്ലെങ്കിൽ ഒരു ഏത് രൂപത്തിലാണെങ്കിലും ആ ഒരു ജീവി ഭൂമിയിൽ വരുന്നത്. എന്തൊക്കെയാണ്? ആദ്യത്തേത് പറയുന്നു സ്വർഗം അഥവാ പ്രപഞ്ചം. 2 ആകാശം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ, കാറ്റ് അല്ലെങ്കിൽ മേഘം, മഴ. നമുക്ക് ഓരോന്നും വിശദമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവില്ല. 3-മത്തത് ഭൂമി, 4-മത്തത് പുരുഷൻ, 5-മത്തത് സ്ത്രീ. അപ്പൊ ഈ ബന്ധം അല്ലെങ്കിൽ ഈ കണക്ഷൻ നന്നായി മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ തന്നെ സ്വസ്വരൂപം, അതായത് നമ്മൾ ആരുമായിട്ടാണ് പൂർണ്ണമായിട്ട് ബന്ധം, അത് കുറച്ചല്ല, നമുക്ക് ആരുമായിട്ടാണ് സ്ഥിരമായിട്ടുള്ള ഒരു കണക്ഷൻ, ഇറ്റേണൽ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയില്ലേ, അതുള്ളത്. നമ്മൾ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ ആരാണ് എന്നൊക്കെ ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ തമ്മിലാണ് പരസ്പരം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ എന്റേത് എന്നൊന്നില്ല, അല്ലെ? നമ്മൾ പറയും ഇത് എന്റേത്, ഇത് നിന്റേത്, എല്ലാം എന്റെ നിന്റെ നമ്മുടെ എന്ന് നമ്മൾ പറയാറില്ല, അല്ലെ? എനിക്കുള്ളത് നിനക്കുള്ളത്. അപ്പൊ ഇവിടെ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഇവിടെ എന്റേതെന്നോ നിന്റേതെന്നോ പറയാനായിട്ട് യാതൊന്നുമില്ല. ഞാൻ ആർക്കും സ്വന്തമോ ബന്ധുവോ അല്ല. പിന്നെ എനിക്ക് ബന്ധുത്വം ഒന്നിനോട് മാത്രമേ ഉള്ളൂ, അത് ആ പൂർണ്ണമായിരിക്കുന്ന പരമാത്മാവ് അല്ലെങ്കിൽ ജഗദംബിക, അല്ലെ? ആരും ആരിൽ നിന്നും എന്താ പറയുക, നാമരൂപ ധന ബുദ്ധി കർമ്മങ്ങൾ കൊണ്ട് തന്നെ മാത്രമാണ് വ്യത്യസ്തരായി തോന്നുന്നത്. നാമം കൊണ്ട് വ്യത്യസ്തമാവും, രൂപം കൊണ്ട് പുരുഷൻ സ്ത്രീ, അല്ലെ? ആ ഒരു എന്താ പറയാ, ധനം കൊണ്ട് പണ്ഡിതൻ പാമരൻ, ബുദ്ധി കൊണ്ട് മിടുക്കൻ ബുദ്ധി ഇല്ലാത്തവൻ, കർമ്മങ്ങൾ കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവൻ, ചീത്ത അസുരൻ ദേവൻ, ചീത്ത കർമ്മങ്ങൾ ചെയ്യുന്നവൻ, ഇങ്ങനെയൊക്കെ നമ്മൾ വ്യത്യസ്തരായിട്ട് ഒരു പ്രതീതി ഉണ്ടാകുന്നു, തോന്നുന്നു. അപ്പൊ അതനുസരിച്ചാണ് വീണ്ടും വീണ്ടും ജന്മങ്ങൾ വരുന്നതും അത് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഒന്നിൽ നിന്ന് വന്നതാണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അല്ലെ? എന്താണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്? മത്ത പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവം ഇതി പ്രോതം സൂത്രാമണിഗണായിവ. എന്താ പറയുന്നത്? മത്ത പരതരം ന അന്യത്. ഈ കാണുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഈ എന്താ പറയാ, മൃഗങ്ങളും പശുക്കളും പുൽക്കൊടികളും പൂച്ചയും, അല്ലെ? മനുഷ്യരും മൃഗങ്ങളും എന്താ പറയാ, പറക്കുന്ന പറവകളും എല്ലാം തന്നെ അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ആരും ഒന്നും ഇതിനകത്തിന് പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഒരു ശകലം പോലും വേറെയല്ല. ഞാൻ മൈ സർവം ഇതി പ്രോതം സൂത്രമണിഗണായിവ. ഒരു മണി, അതായത് നമ്മളിപ്പോ ജപമാലയിൽ എങ്ങനെയാണോ ഒരു മണി കോർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ രുദ്രാക്ഷം, എന്ത് മാല, 108 മണികൾ കോർത്തിരിക്കണം, അല്ലെ? നമ്മൾ കാണുന്നത് എന്താ? മണികളെ മാത്രമാണ്, മുത്തുകളെ മാത്രമാണ്. അത് കോർത്തിരിക്കുന്ന നൂലിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നൂലില്ലെങ്കിൽ അവ ഇങ്ങനെ നിൽക്കുമോ? ഇല്ല. അപ്പൊ അതിന്റെ അദൃശ്യമായിട്ട് അതിന്റെ അടിയിൽ നൂലുണ്ട്. ആ നൂല് ഞാനാണ്, ഞാനാകുന്ന നൂലില് കോർക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം തന്നെ. പക്ഷെ നമുക്ക് നമ്മുടെ ഭേദബുദ്ധി കൊണ്ട്, നമ്മുടെ ഡ്യുവാലിറ്റി കൊണ്ട് നമുക്ക് ഇതെല്ലാം രണ്ടായിട്ട് തോന്നുന്നു. അപ്പോ ഇവിടെ അഗ്നി എന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന സാക്രിഫൈസ് എന്നാണ്. ഒരാള് ഈശ്വരന് വേണ്ടി ചെയ്യുന്ന ത്യാഗം. അപ്പൊ നമ്മള് ആ ഒരു അഗ്നികുണ്ഡത്തില് അഗ്നിയെ ജ്വലിപ്പിക്കുന്നു, അല്ലെ? നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? നമുക്കൊരു ഹോമം ചെയ്യണമെങ്കിൽ ഒരു അഗ്നികുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിക്കണം. അതില് എന്താ പറയാ, ഏത് ദേവനെയാണോ നമുക്ക് വേണ്ടത്, ഗണപതിയാണെങ്കിൽ ഗണപതി, ദുർഗയാണെങ്കിൽ ദുർഗ, കാളിയാണെങ്കിൽ കാളി, അല്ലെ? വിഷ്ണു ആണെങ്കിൽ വിഷ്ണു, ശിവനാണെങ്കിൽ ശിവൻ, മൃത്യുഞ്ജയ ഹോമം ചെയ്യുമ്പോൾ ശിവൻ. ഏത് ദേവതയാണോ നമ്മൾക്ക് അവരെ പ്രീതിപ്പെടുത്തേണ്ടത്, ആ ദേവതയുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ ആ അഗ്നിയിൽ കൊണ്ടുവന്ന് ഇരുത്തും, അല്ലെ? എന്നിട്ടാണ് നമ്മൾ ആഹൂതി കൊടുക്കുന്നത്. ആ ദേവനെ പ്രതിഷ്ഠിച്ചിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിക്കുന്നത്, അല്ലെ? ആ ദേവന്റെ മന്ത്രങ്ങളായിരിക്കും ഉച്ചരിക്കുന്നത്, അല്ലെ? അപ്പോ ഗണപതയെ സ്വാഹ, ഇന്ദ്രായ സ്വാഹ, ദേവി സ്വാഹ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വാഹ എന്ന് പറയുന്ന അഗ്നിയുടെ ശക്തിക്ക് ആണ് നമ്മൾ നെയ്യ് കൊടുക്കുന്നത്. അതുവഴി നമ്മൾ ദേവന്മാർക്ക് ആഹൂതി കൊടുക്കുന്നു. ആ ദേവതയ്ക്ക് സ്വാഹ എത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ സങ്കല്പം. ഇവിടെ നമ്മൾ എന്താ പറയാ, സന്തോഷിപ്പിക്കേണ്ട ദേവതാ മന്ത്രങ്ങള് സ്വാഹ ചേർത്താണ് നമ്മൾ ഹോമിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ദേവതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തൊക്കെയാ ഇടുന്നത്? നെയ്യ്, തേന്, പായസം, പുഷ്പങ്ങള്, അല്ലെ? സമിത്തുക്കള് എല്ലാം നമ്മൾ ഹോമിക്കുന്നതിനെയാണ് നമ്മൾ ആഹൂതികള് അഥവാ ഒബ്ലേഷൻ. ഇത്ര ആഹൂതി, 108 ആഹൂതി കൊടുക്കാം.
എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ 1008 ഉരു, 508 ഉരു ഇങ്ങനെ പറയും. ഓരോ കർമ്മത്തിന് എത്ര വേണം എന്നുള്ളത് അവനവൻ തീരുമാനിച്ച് ചെല്ലെങ്കിൽ ചിലപ്പോൾ ചിലരെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ആഹൂതി കൊടുക്കുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആഹൂതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണണം. നമ്മളൊരു കാമ്യ കർമ്മങ്ങൾക്കാണ് ഒരു ഗണപതി ഹോമം നടത്തുന്നതെന്ന് വെക്കൂ. നമ്മളിപ്പോ നമ്മുടെ കുട്ടികളുടെ പിറന്നാൾ, അവർക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കണേന്ന് പറഞ്ഞ് ഒരു ഹോമം ചെയ്യാണ്. അപ്പൊ നമ്മൾ ഗണപതിയോട് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ ഞാനിതാ ഈ ഹോമം കഴിക്കുന്നു, എനിക്ക് എന്താ വേണ്ടത്, എന്റെ കാമ്യകർമ്മമായിട്ടുള്ള എന്റെ കുഞ്ഞുങ്ങളെ ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ. ഈ സങ്കല്പം വെച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് സങ്കല്പം ആദ്യം പറയുന്നത്. ഇതുപോലെ പ്രപഞ്ചമാകുന്ന അഗ്നികുണ്ഡത്തില് പ്രപഞ്ച ദേവതകൾ നടത്തുന്ന ഹോമത്തിന്റെ ഫലമായിട്ടാണ് ഒരു ജീവൻ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ എത്തുന്നത്. ഇതിനെ നമ്മൾ ജന്മം എന്ന് പറയണു. ഇപ്പൊ സ്വർഗത്തിലില്ലെങ്കിൽ സ്വർഗം ആദ്യത്തെ ഇത് പറഞ്ഞത് ഏതാ? നമ്മൾ 5 കാര്യങ്ങളാ പറഞ്ഞത് ഇല്ലേ? അതിൽ ആദ്യത്തത് സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപരിലോകങ്ങൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഉയർന്ന തലങ്ങൾ. അത് സ്വർഗം. അതിന് വേറെ ദേവലോകം, വൈകുണ്ഠം എന്നൊക്കെ നമുക്ക് പറയാം. എന്ത് വേണമെങ്കിലും പറയാം. ഉപരിലോകങ്ങളിൽ ഇരിക്കുന്ന ഉയർന്ന ശക്തികൾ അല്ലെങ്കിൽ അഥവാ ഈശ്വരൻ ഒരാത്മാവിനെ, അതപ്പോൾ അവ്യക്തമാണ്. ആത്മാവെന്ന് പറഞ്ഞ ശരീരം വിട്ടിട്ട് എവിടെയാ പോകുന്നത്? ഇവിടെ ഇല്ലല്ലോ. നമ്മുടെ ഈ പ്രപഞ്ച മണ്ഡലം വിട്ട് ഒരു സമയം, ഒരു ടൈം കൺസെപ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ആ ജീവൻ സഞ്ചരിച്ച് ഉപരിലോകങ്ങളിലേക്ക് പോകും. അപ്പോഴെന്താ ഈ ജീവൻ ചെയ്യുന്നത്? അവന്റെ അഴുക്ക് പിടിച്ച പുര്യഷ്ടക ജീവനില് അവന്റെ ആ ഒരു എന്താ പറയാ, അവന്റെ കൂടെ പോകുന്ന ആ ഒരു ജീവനെ കവർ ചെയ്തിരിക്കുന്ന പാപഫലങ്ങള്, പാപഫലങ്ങള്, ആ പുണ്യം മാത്രം എടുത്തിട്ട് പാപങ്ങളെല്ലാം തന്നെ അതിലെ ഒരു ഭാഗം ഇവിടെ പ്രപഞ്ചത്തിൽ സൂക്ഷിച്ചതിന് ശേഷമാണ് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഈ ജീവൻ മോളിലേക്ക് പോകുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പൊ നമ്മള് ആ ഒരു ജീവൻ ഇപ്പൊ എവിടെയാണ്? എന്തായാലും ഭൂമിയിലല്ല എന്ന് നമുക്ക് ഉറപ്പാണ്, ഉപരിലോകങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ആത്മാവിനെ നമ്മൾ ഇപ്പം ഈശ്വരന്മാർ ആത്മാവിനെ അവിടെ കാണുന്നതെന്ന് പറയുന്നത്. കാരണം ഈ ഈശ്വരൻ എന്ന് പറയുന്ന ആ മഹാശക്തികൾ പ്രപഞ്ചത്തിലല്ല, ഭൂമിയല്ല, നമുക്ക് ഉപരിലോകങ്ങളും താഴോട്ടുള്ള ലോകങ്ങളും ഉണ്ട്. അപ്പൊ അത് നമ്മൾ അവ്യക്തമായിട്ട്, കാരണം അൺഐഡന്റിഫൈഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഒരു ഈതറിക് സ്റ്റേറ്റിൽ നമുക്ക് കാണാൻ പോലും പറ്റാത്ത മൈക്രോസ്കോപ്പിക് ലെവലിൽ ഒരു കുഞ്ഞു പൊട്ടായിട്ട്, ജസ്റ്റ് ആൻ എനർജി ഫോം ഓർ ഈതറിക് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. ആ രീതിയിൽ ഉപരിലോകങ്ങളിൽ എവിടെയോ ഇരിക്കുകയാണ്. ഏത് ലോകം എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ കർമ്മം അനുസരിച്ച്, പ്രകൃതി നിശ്ചയം അനുസരിച്ച് ആ ജീവൻ ചെന്ന് അവിടെ ഇരിക്കുന്നു. നല്ലതായിട്ട് നമുക്കൊന്ന് ഇമാജിൻ ചെയ്താൽ ഇത് മനസ്സിലാവും. ഇവിടെ ശരീരം എടുത്തിരുന്ന ഒരു ജീവൻ, ആ ജീവൻ തന്റെ ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഒരു വെറും പൊട്ടായിട്ട് ഒരു എനർജി ഫോമില്, ഒരു ഈതറിക് സ്റ്റേറ്റില് ഏതോ ഉപരിലോകങ്ങളിൽ, അതെല്ലാം ഈശ്വരന്റെ ഭരണമേഖലയാണ്. എല്ലാം ഈ ഭൂമി ഉൾപ്പെടെ താഴോട്ടുള്ളത് എല്ലാം ഈശ്വരന്റെ എന്താ പറയാ, നമ്മളിപ്പോ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയും പോലെ ഈശ്വരൻ ആണ് ഇതെല്ലാം ഭരിക്കുന്നത്. അപ്പൊ അവിടെ ഈശ്വരൻ പല പല ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അതാണ് പ്രകൃതി ശക്തികൾ എന്ന് പറയുന്നത്. ഈ ജീവൻ ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത്? ഒരു ചെറിയ ഈതറിക് സ്റ്റേറ്റില് ഉപരിലോകങ്ങളിൽ എവിടെയോ ഇരിക്കുന്നു. അപ്പോ അത് പരിഭാഗപ്പെട്ട ഒരു ജീവനായിരിക്കും. കാരണം കുറേ വർഷങ്ങളായി, ഇപ്പൊ ഇവിടുന്ന് ഒരു വർഷം അല്ലെങ്കിൽ മരിച്ചിട്ട് ഒരു വർഷം, നമ്മൾ ശ്രാദ്ധക്രിയകളൊക്കെ കഴിയുമ്പോൾ ഒരു ദിവസം അല്ലെ ആ ജീവന്റെ. ആത്മാവിന് ഒരു ദിവസമാണ്, നമുക്ക് ഒരു വർഷം. അപ്പൊ നമ്മുടെ ഈ എന്താ പറയാ കാലത്തിന്റെ കാൽക്കുലേഷനേ അല്ല ജീവനായിട്ട് വരുമ്പോഴത്തേക്കും, അത് ലൈറ്റ് വേവ്സിലാണ് അല്ലെങ്കിൽ ലൈറ്റ് ഇയേഴ്സിലാണ് അത് ട്രാവൽ ചെയ്യുക. അപ്പൊ ഒരു കുറേ വർഷങ്ങളായിട്ട് പരിഭാഗപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ഒരു ജന്മത്തിന് അത് പാകപ്പെടണം. അതിന് ഇനി ഒരു ദേഹം കിട്ടണം. അങ്ങനെ പരിഭാഗപ്പെട്ട് അവിടെ മെച്ചുവേർഡ് ആയിരിക്കുന്ന ഒരു ജീവനെ എന്താണ് ചെയ്യുന്നത്? ഈ ഈശ്വരൻ ഈ ജീവനെ ആദ്യം അവരെന്ത് ചെയ്യും? ആ ഉപരിമണ്ഡലത്തിൽ ഇരിക്കുന്ന ഈശ്വര ശക്തികള് സൂര്യമണ്ഡലത്തിലേക്ക് അയക്കും. സൂര്യമണ്ഡലത്തിലേക്ക് ആ ജീവനെ അയക്കുകയാണ്. അവിടെ നിന്ന് സൂര്യൻ എന്ത് ചെയ്യും? ആ അറ്റ്മോസ്ഫിയർ, അതുകൊണ്ടാണ് നമ്മൾ അന്തരീക്ഷം ശാന്തി എന്ന് പറയുന്നത്. ആ അറ്റ്മോസ്ഫിയർ, അതായത് കാറ്റിന്റെ, മേഘങ്ങളുടെ സഹായം കൊണ്ട് മഴയുണ്ടാക്കും. ഇപ്പൊ സൂര്യന്റെ 300 രശ്മികളാണ് പ്രപഞ്ചത്തിൽ മഴയുണ്ടാക്കാനായിട്ട് സൂര്യൻ കൊടുക്കുന്നത്. സൂര്യന് അത്രയോ രശ്മികളുണ്ട് ഇല്ലേ? ആയിരക്കണക്കിന് രശ്മികളുണ്ട്. അതിൽ 300 രശ്മികളാണ് പ്രപഞ്ചത്തിൽ മഴയായിട്ട് വരിക. അപ്പോ ആ സൂര്യന്റെ 300 രശ്മികൾ മഴയുണ്ടാക്കാനായിട്ട് സൂര്യൻ കൊടുക്കുകയാണ്. അപ്പൊ സൂര്യന്റെ ഫസ്റ്റ് ത്യാഗം അവിടെ വന്നു കഴിഞ്ഞു അല്ലെ? അപ്പൊ ഈ ജീവനെ, പരിഭാഗപ്പെട്ട ഒരു ജീവനെ സമയമാകുമ്പോ ഈ പറയുന്ന ലോകങ്ങളിൽ ഇരിക്കുന്ന ഈശ്വരന്മാര് ആ ജീവനെ എവിടേക്ക് അയക്കും? സൂര്യനിലേക്ക് അയക്കും. ഇതാണ് സൂര്യയജ്ഞം. സൂര്യൻ എന്താണ് ചെയ്യുന്നത്? മഴയുണ്ടാക്കാനായിട്ട് തന്റെ സ്വന്തമായിരിക്കുന്ന 300 രശ്മികൾ കൊടുക്കുന്നു. ഈ മഴ കൊടുക്കുന്നത് ആർക്കാണ്? ഈ മഴ കൊടുക്കേണ്ടത് ആർക്കാ? സൂര്യൻ ആർക്കാ മഴ കൊടുക്കുന്നത്? ഭൂമിക്കാണ്.
ഇപ്പൊ സൂര്യൻ എന്ന തേജോഗോളം ധാരാളം, ആ തേജോഗോളത്തിൽ നമ്മൾ കണ്ടു ആറ്റംസ്, മോളിക്യൂൾസ്, ഗ്യാസസ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ തിളച്ചു മറിയുന്ന ഒരു എന്താ പറയുക, ഒരു എന്താ അഗ്നികുണ്ഡം പോലെയാണ്. ഇങ്ങനെ എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോ ഈ അങ്ങനെ മഴയുടെ പ്രധാന ഡ്രൈവിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അപ്പൊ ഈ സൂര്യനാണ് ഈ ആത്മാവിനെ മഴയിലൂടെ ഭൂമിയിലേക്ക് അയക്കും. അപ്പൊ ആദ്യത്തെ ഒരു യജ്ഞം ചെയ്തത് ആരാണ് ഇവിടെ? സൂര്യൻ അല്ലെ? സൂര്യൻ എന്ത് കൊടുത്തു? ഒരു ജീവന് മോളിൽ നിന്ന് താഴെ വരാനായിട്ടുള്ള ഒരു മീഡിയം കൊടുത്തു, മഴ കൊടുത്തു അല്ലെ? ആദ്യം ഒരു ത്യാഗം സൂര്യന് ചെയ്യാണ്. സൂര്യനാണ് എല്ലാ ത്യാഗങ്ങളും ചെയ്യുന്നത്. അപ്പൊ സൂര്യൻ 300 രശ്മികൾ കൊടുത്ത മഴയിലൂടെ ഈ ജീവൻ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് വന്നു, ഭൂമിയിലേക്ക് അയച്ചു. ഒരു ജീവനല്ല, അനേകായിരം ജീവനുകൾ നമ്മൾ പറയുന്ന ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ട് വന്നു ചേരും. അപ്പൊ ഈ മഴ എന്ന ശക്തി ദേവനാണ് സൂര്യന്റെ ആഹൂതിയെ ഭൂമി എന്ന അഗ്നികുണ്ഡത്തിൽ ഹോമിപ്പിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാം, നമ്മൾ എങ്ങനെയാണോ ഈ നെയ്യെടുത്ത് ഹോമകുണ്ഡത്തിൽ ഒഴിക്കുന്നത്, അതുപോലെ മഴ എന്നുള്ള ആ ഒരു മീഡിയം, നമ്മുടെ നെയ്യെന്ന് പറയുന്ന പോലെ മഴ എന്നുള്ള മീഡിയത്തിലൂടെ സൂര്യൻ എന്ത് ചെയ്തു? തന്റെ ഒബ്ലേഷൻ, അത് ആഹൂതിയെ ഭൂമി എന്നുള്ള അഗ്നികുണ്ഡത്തിലോട്ട് ഹോമിച്ചു. ഇനി ഭൂമി എന്താ ചെയ്യുന്നത്? ഭൂമിയില് മഴ കൊണ്ട് ധാരാളം ഫലങ്ങള്, പച്ചക്കറികള്, സസ്യങ്ങള്, ധാന്യങ്ങളൊക്കെ വിളയുന്നു. അത് ഭൂമിയിൽ ഒരു പ്രത്യേക ശക്തി അതിന്റെ മണ്ണിലുണ്ടല്ലേ? പഞ്ചഭൂതം, ആകാശം, ഭൂമി, അഗ്നി, വായു, ഇതെല്ലാം ചേർന്ന പഞ്ചതത്വങ്ങൾ ചേർന്നതാണ് ഭൂമി അല്ലെ? അവിടെ എങ്ങനെ മുളയ്ക്കുന്നു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അതിനകത്ത് പ്രത്യേക ഒരു ശക്തി, അതായത് സോമത്തിന്റെ, ചന്ദ്രന്റെ ശക്തി കൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന ധാന്യങ്ങളെല്ലാം വിളയുന്നത്. അപ്പൊ ഈ മഴയില്ലെങ്കിൽ ഇതൊന്നും വിളയത്തില്ല അല്ലെ? ഇതൊന്നും ഉണ്ടാവത്തില്ല. എല്ലാം വെള്ളമാണ് ഇതിന് ഏറ്റവും പ്രധാനം. ഈ വെള്ളത്തിലൂടെയാണ് ആത്മാവ് ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജലതർപ്പണം കൊടുക്കുന്നത് ആത്മാവിന്. അപ്പൊ ഈ മഴ വന്ന് ഈ എന്താ പറയാ, ആ ഭൂമിയിൽ മഴ കൊണ്ട് ധാരാളമായിട്ട് ജാലങ്ങൾ ഉണ്ടാകണു, അവയിൽ ഫലങ്ങൾ ഉണ്ടാകണു, പച്ചക്കറികള്, സസ്യങ്ങള്, നമ്മൾ ഈറ്റബിൾസ് എന്ന് പറയും, നമുക്ക് കഴിക്കാൻ പറ്റുന്ന അനേക സാധനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകണു. അപ്പൊ സൂര്യനിൽ നിന്നും മഴയിലൂടെ വന്ന ഈ ആത്മാവ് ഈ പറയുന്ന കഴിക്കാൻ പറ്റുന്ന എല്ലാത്തിലും, അതായത് ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്ന് വേണ്ട ഭക്ഷണ യോഗ്യമായിരിക്കുന്ന എല്ലാത്തിലും ഡെപ്പോസിറ്റഡ് ആകുന്നു. പുല്ലിലും ഉണ്ട്, പുല്ലൊക്കെ പശു തിന്നും അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് കഴിക്കുമ്പോഴത്തേക്കാണ് ഈ ആത്മാവ് ഉള്ളിൽ പ്രവേശിക്കുക. അല്ലാതെ വേറെ ഒരു രീതിയിലും ആത്മാവിന് ഒരു ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഈ പറയുന്ന രീതിയിലല്ലാതെ കഴിക്കുമ്പോൾ നമ്മുടെ ആ രക്തത്തിൽ ആഗീരണം ചെയ്ത് 7 ശുദ്ധിയാണ് അവിടെ വരുത്തുക. അത് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു ത്വക്ക്, അത് കഴിഞ്ഞിട്ട് മജ്ജ, മാംസം, അസ്ഥി, രേതസ്, ഇങ്ങനെ പറഞ്ഞ് 7ാമത്തെ ഏറ്റവും ശുദ്ധമായിട്ട് ആജ്ഞാചക്രത്തിൽ എത്തുമ്പോഴാണ് അത് രേതസ്, അത് ശുദ്ധമായിട്ടൊരു ജീവനായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഇമ്പ്യൂർ ആയിട്ടായിരിക്കുന്ന ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ. അപ്പോ ഈ പറയുന്ന എന്താ പറയാ, ഭക്ഷണ യോഗ്യമായിട്ടുള്ള എല്ലാത്തിലും ഈ വരുന്ന ജീവനുകൾ ഡെപ്പോസിറ്റഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ആർക്കും അറിയില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഈ എന്താ പറയാ, എവിടെയാണ് ഈ ഇന്ന ജീവനുകൾ എവിടെ പതിച്ചു, ഇല്ലെങ്കിൽ ഏതിൽ പ്രവേശിച്ചു, ഏത് രാജ്യത്താണ് അത് വന്നിരിക്കുന്നത്, ഇതൊന്നും ഒരിക്കലും ഒരു കാലത്തും ഭൂമിയിലുള്ള ആർക്കും കണ്ടുപിടിക്കാനോ അറിയാനോ പറ്റില്ല. കാരണം ഇനി തനിക്ക് വേറെ എവിടെയെങ്കിലും ചെന്ന് പതിക്കണം, ഈ വെള്ളത്തിൽ കൂടെ വേറെ എവിടെയെങ്കിലും, ഈ മഴയിൽ കൂടെ ഇനി വേറൊരു രാജ്യത്ത് മതി, ഞാൻ അമേരിക്കയിലേ ജനിക്കുള്ളൂ, ഇല്ല ഇംഗ്ലണ്ടിലേ ജനിക്കുള്ളൂ എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഫലം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആ ഒരു ജീവൻ ചിലപ്പോൾ അവിടുത്തെ മഴയിലായിരിക്കും അവിടെ ചെന്ന് പതിക്കുക. ഏത് രാജ്യത്ത് വീഴുന്നു, എവിടെയാണ് ഇത് വീഴുന്നത്, ഏത് വെജിറ്റബിൾ ആണ് ഇതിനെ എടുക്കുന്നത് അല്ലെ? മരിച്ചിനിയാണോ, ചേനയാണോ, നമുക്കറിയാം ഇന്യൂമറബിൾ വെജിറ്റബിൾസ് ആണ്. ഏതാണ്, ഏതിലൂടെയാണ് ഇത് ഉള്ളിൽ പോകുന്നത്, ഒരു തീരുമാനിക്കാനോ ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല അല്ലെ? വേർ ഇറ്റ് ഷുഡ് ബി ഡെപ്പോസിറ്റ് വിൽ ബി എക്സ്ക്ലൂസീവ്ലി ഡിസൈഡഡ് ബൈ ദ സുപ്രീം പവർ. വിവേകാനന്ദ സ്വാമി പറഞ്ഞതാണ്. കാരണം ഇത് എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്നും എവിടെയാണ് എടുക്കേണ്ടതെന്നും ഒരു സുപ്രീം പവറിന്റെ ഡിസിഷൻ അനുസരിച്ച് മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ ഭൂമി എന്നുള്ള അഗ്നികുണ്ഡം മഴയുടെ ആ അഗ്നി എന്ന് പറഞ്ഞാൽ ത്യാഗത്തെ ആഹൂതിയായിട്ട് അല്ലെങ്കിൽ യജ്ഞത്തെ ഏറ്റുവാങ്ങി. അപ്പൊ മഴ തന്റെ ആഹൂതികള് ഭൂമിയാകുന്ന അഗ്നികുണ്ഡത്തില് സമർപ്പിച്ചു. ഇതിനെയാണ് നമ്മള് സോമം, നമ്മൾ എല്ലാത്തിലും കേട്ടിട്ടുണ്ട് അല്ലെ? സോമമണ്ഡലം. സോമമണ്ഡലം എന്താ? ചന്ദ്രമണ്ഡലമാണ്. ചന്ദ്രമണ്ഡലമാണ് ഔഷധികളുടെ സ്ഥലങ്ങള്. അപ്പൊ നമ്മുടെ ശിരസ് എന്ന് പറയുന്നതാണ് സോമമണ്ഡലം, ആജ്ഞാചക്രം തൊട്ട്. അപ്പൊ അവിടെയാണ് ഈ രേതസ് എന്ന് പറയുന്ന ജീവൻ ആ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം വരുന്നത്.
ആ ഒരു നമ്മുടെ അകത്തോട്ട് പോയി ത്വക്ക്, രക്തം, മജ്ജ, മാംസം, അല്ലെ, ആ ബോൺ മാരോ, ഇങ്ങനെ ഓരോന്നും ശുദ്ധീകരിച്ച് മൈന്യൂട്ട് സട്ടിലസ്റ്റ് ഫോമാണ് ഒരു ശരീരത്തിലെ ഒരു പുരുഷന്റെ എന്ന് പറയുന്ന ആ ഒരു രേതസ് അല്ലെങ്കിൽ ബീജങ്ങൾ കുടികൊള്ളുന്ന സ്ഥലം. അപ്പൊ ഇതിനെ നമ്മൾ ഈ അഗ്നികുണ്ഡത്തില് സമർപ്പിച്ചു, അതായത് ഭൂമിയാകുന്ന അഗ്നികുണ്ഡത്തില് ആ മഴയിലൂടെ വന്നതിനെ നമ്മൾ എന്താ പറയണത്? സോമം. അപ്പൊ ഈ സോമം കൊണ്ടാണ് ഈ ഭൂമിക്ക് ആഹാരാദി അന്നങ്ങളെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പൊ സോമം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയുക ബന്ധപ്പെട്ടതാണ്. അപ്പൊ സൂര്യന്റെ പ്രതിബിംബമാണ് ചന്ദ്രൻ, അല്ലെ? മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മീനുകളും ഉരകങ്ങളും എല്ലാം തന്നെ അന്നം കഴിക്കുന്നു. ഈ ഭൂമിയിലെ പല പല വസ്തുക്കൾ, അതിനായിട്ട് ഓരോന്ന് നിയമമുണ്ട്, ഓരോരുത്തർക്ക് ഓരോന്നേ കഴിക്കാൻ പറ്റുള്ളൂ, അത് അവര് കഴിക്കണം. ഇപ്പൊ എല്ലാ ധാന്യങ്ങളില്, ഫ്രൂട്ട്സില്, പച്ചക്കറികള് ആത്മാക്കൾ ഉണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ അവര് ഉണ്ടായിരിക്കാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ ഈ ഇവയില് എവിടെയോ സൂക്ഷ്മമായിട്ട് വസിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഇതിനാണ് നമ്മൾ ഓജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ സട്ടിലസ്റ്റ് ആയിട്ട് പറയാം നമുക്ക്. ഇത് ഹ്യൂമൻ ഇന്റലിജൻസിന് അതിന്റെ അപ്പുറത്താണ്. അപ്പൊ മനുഷ്യൻ ഒരിക്കലും അതിനെ കണ്ടെത്താൻ സാധ്യമല്ല. ഒരു ആപ്പിൾ എടുത്ത് മുറിച്ചിട്ട് ഇതിൽ എവിടെയാണ് ആത്മാവെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ എപ്പോഴാണ് മനുഷ്യന്റെ ഉള്ളില് ഒരു ശരീരത്തിൽ തന്നെ നമുക്ക് ആ ഒരു ജീവൻ ഇരിക്കുന്ന സ്ഥലം നമുക്ക് രേതസ്സാണെന്ന് മാത്രമേ അറിയാവൂ. അതിലെടുത്ത് ഇതിൽ എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അപ്പോ അതുപോലെ വിത്തുകൾ മുളയ്ക്കുന്നത്, പുഷ്പിക്കുന്നത്, ഫലങ്ങൾ തരുന്നത് എല്ലാം അതിനുള്ളില് ഈ പരബ്രഹ്മം എന്ന ഒരു ജീവശക്തി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആരെവിടെ എപ്പോൾ മനുഷ്യനായിട്ടാണോ മൃഗമായിട്ടാണോ ആരായിട്ട് ജനിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിനുള്ളില് ആ ഒരു ആ പരിതസ്ഥിതിയിൽ അയക്കുന്നതും ആ മഹാശക്തി തന്നെയാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇപ്പൊ വളരെ വിശേഷമായ മനുഷ്യനില് ആ അറിയേണ്ടുന്ന ഒരു സത്യമാണിത്. കാരണം എന്താ? ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെ? അപ്പൊ ഇതൊന്നും വേറെ ഒരു തീരുമാനങ്ങളാണ്, അതിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ എല്ലാവരും. അപ്പൊ ഇത് എവിടെ വീണു, ഏത് മൃഗം കഴിക്കണം, ഇല്ലേ? പൂച്ചയാണോ, പട്ടിയാണോ, സിംഹമാണോ, മനുഷ്യരാണോ, ഇത് എവിടെ, എങ്ങനെ, ഇതൊന്നും നമുക്ക് തീരുമാനിക്കാനേ പറ്റില്ല. പക്ഷെ അതിനൊക്കെ തീരുമാനങ്ങൾ പുറകിലുണ്ട്. ആ തീരുമാനങ്ങൾ അനുസരിച്ച് തന്നെയാണ് വരുന്നത്. അപ്പോ വളരെ വിശേഷ ബുദ്ധി എന്ന് മനുഷ്യൻ അവകാശപ്പെടണമെങ്കിലും ഇതൊന്നും ഒരിക്കലും, ഈ പ്രപഞ്ച രഹസ്യം ഒരിക്കലും മനുഷ്യൻ എന്നും പ്രഹേളിക തന്നെയാണ്. ഇപ്പൊ ഭൂമിയിലെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും, അതുകൊണ്ടാണ് ഭൂമിയിലെ ഓരോ അരിമണിയിലും അത് കഴിക്കുന്ന ആളിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ദൈവം എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? നമ്മൾ ചിലപ്പോ പറയൂ എനിക്കത് ഇഷ്ടമായിരുന്നു, അതെനിക്ക് കിട്ടിയില്ല. അപ്പൊ പറയും ആരാണോ കഴിക്കേണ്ടത്, വിധിക്കപ്പെട്ടത് ആരോ അവരുടെ പേര് അതിനകത്തുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ചിലപ്പോ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ആപ്പിൾ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്, അല്ലെ? അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട്, ഇപ്പൊ എല്ലാം നമുക്ക് ഗ്ലോബലൈസേഷൻ വന്നു, എല്ലാം നമുക്ക് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ കിട്ടുന്നു. അവിടെയൊക്കെ ജനിച്ചവര്, അല്ലെ? അവിടെയൊക്കെ ഉണ്ടായ വൃക്ഷങ്ങള്, അവിടെ നിന്നുള്ള ഫ്രൂട്ട്സ്, എന്തെല്ലാം സാധനങ്ങളും നമ്മൾ അന്യ രാജ്യത്ത് നിന്ന് ഇപ്പൊ ഇറക്കുമതി ചെയ്ത് നമ്മൾ കഴിക്കുന്നു. ചിലപ്പോ അവിടെ പതിച്ച ആത്മാക്കളായിരിക്കും നമ്മൾ ഇവിടെ കഴിക്കുക, ഇവിടുന്നുള്ളതായിരിക്കും അവിടെ കഴിക്കുക. ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇതിന്റെ തീരുമാനം എവിടെ എടുത്തിട്ടുണ്ട്? ഈശ്വരൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ഉള്ള ആത്മാവ് കഴിക്കുന്ന പുരുഷന്റെ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച് അത് ബീജമായി മാറി ആ ശരീരത്തിൽ വസിക്കുന്നു. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഇത് കഴിക്കുന്ന സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ടാകുമോ? ഇല്ല, അല്ലെ? ഒരിക്കലും സ്ത്രീകൾ കഴിച്ചാൽ ഇത് ബീജമായിട്ട് മാറില്ല. ഇതിന്റെ മെക്കാനിസം ആരുണ്ടാക്കണം എന്ന, അതുകൊണ്ടാണ് 5 എണ്ണം പറഞ്ഞപ്പോ നമ്മൾ കണ്ടു, അല്ലെ? പുരുഷനും സ്ത്രീയുമാണ് 2 ഹോമകുണ്ഡങ്ങൾ ലാസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഇത് ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു പുരുഷന്റെ ഉള്ളില് ബീജമായിട്ട് ആ ശരീരത്തിൽ ഇത്ര കാലയളവില്, അത് ഒരുപാട് കാലം ഇരിക്കത്തില്ല, ഇത്ര കാലയളവിൽ ഇരിക്കും. അത് നമ്മൾ ഗർഭോപനിഷത്ത് കണ്ടപ്പോ വളരെ വിശദമായിട്ട് ഇത് കണ്ടു. ആ ശരീരത്തിൽ തന്നെ ഇരിക്കും. കാരണം എന്താ? ഒരു ജന്മം കാത്ത്, ഏകദേശം ഒരു കുട്ടിക്ക്, ഒരു ആൺകുട്ടി 10-15 വയസ്സ്, 13 വയസ്സ് മുതൽ ഇന്ന് പറയുന്നുണ്ട്, ഈ ഒരു രേതസ് എന്ന് പറയുന്നത് അവനിൽ ഉണ്ടായിരിക്കും. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള ശക്തി, അനേക ബീജങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഈ അകത്ത് വരുന്ന ഓരോ ജീവനുകളും ആത്മാക്കളും എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് അവരൊന്നും പുറത്തു പോകുന്ന സമയം ഉണ്ടാവാം, അങ്ങനെ അത് പുറത്തു പോവാം. പക്ഷെ ഈ ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഏതാണോ ജന്മം എടുക്കണമെന്ന് തീരുമാനമെടുത്ത് അയക്കുന്നത് അത് അവിടെ തന്നെ സ്റ്റേ ചെയ്യും, ഉള്ളിൽ വസിക്കും, അല്ലെ? ഒരു സ്ത്രീയുമായിട്ട് ചേരുന്ന സമയത്ത് അനേകം ബീജങ്ങളില്, അതായത് കർമ്മം അനുസരിച്ച് ആ കർമാനുസൃതമായിട്ട് സ്ത്രീയുടെ ഗർഭപാത്രത്തില്
അണ്ഡവുമായിട്ട് ചേർന്ന് അവിടെ സ്വന്തം ശരീരത്തെ ഉണ്ടാക്കും. കാരണം ഒരു ഒരു ചെറിയ ഡ്രോപ്പ് ഓഫ് രേതസിനകത്ത് തന്നെ അനേക ലക്ഷം ബീജങ്ങൾ ഉണ്ടാവാം. അനേക ലക്ഷം, ഒന്നും രണ്ടും അല്ല, മില്യൺസ്. അപ്പൊ ഒരു വളരെ ചെറിയ ഒരു ഇതിനകത്ത് എത്ര ആത്മാക്കളാണ് ഒരു ജീവൻ, ഒരു ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. എത്ര ആത്മാക്കളെയാണ് നമ്മൾ എന്താ പറയാ കളയുന്നത്. കാരണം അതിനൊന്നും ജീവൻ എടുക്കാൻ പറ്റില്ല. വീണ്ടും ഇതേ പ്രോസസ്സ് ആവർത്തിച്ചേ പറ്റുള്ളൂ. ആ ആത്മാക്കൾ ഭൂമിയിൽ തന്നെ വീണ്ടും അത് ഈ പറഞ്ഞ എന്താ പറയാ പ്രോസസ്സിലൂടെ വീണ്ടും മോളിപ്പോയി എന്താ പറയാ മഴയിലൂടെ തിരിച്ചു വന്ന് വീണ്ടും ഒരാളുടെ ഉള്ളിൽ കയറുന്നിടം വരെ അതിങ്ങനെ കാത്തിരിക്കണം ഒരു ശരീരം കിട്ടാൻ. ഇത്രയും ആത്മാക്കളിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്നൊക്കെയാണ് എന്താ പറയാ സ്ത്രീയുടെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. അതും വലിയൊരു ഓട്ട മത്സരമാണ്. അതിനെയൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടിട്ടുണ്ട് ആ ഗർഭോപനിഷത്തിൽ, ഇല്ലേ? ഇത്രയും ആ സ്പോംസിൽ ഏറ്റവും മുമ്പില് ഓടിയെത്താൻ കഴിയുന്ന അകാരം ഉകാരം അകാരമാകുന്ന കവചം ധരിച്ചവരാണ് ഇവരെല്ലാം. വാൽമാക്രിയുടെ രീതിയിൽ കിടക്കും. അവർക്കൊരു കവചമുണ്ട്, അതിന് പ്രണവം എന്നാ പറയുന്നത്. ആ കവചം ഈ ധരിച്ചവരാണ് ഇവരെല്ലാം. ഇതിൽ ഏറ്റവും മുമ്പിൽ എത്തുന്ന എന്താ പറയാ ആ ബീജത്തിന് മാത്രമാണ് സ്ത്രീയുടെ അണ്ഡം. സ്ത്രീയുടെ അണ്ഡം എന്ന് പറഞ്ഞാൽ പരിഭാഗപ്പെടുത്തുന്ന സ്ഥലം എന്നർത്ഥം. നമ്മൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഒരു സാധനം ഉണ്ടാക്കാനിട്ടു, അല്ലെ? അത് അവിടെ വെച്ച് അത് നന്നായിട്ട് വളർന്നു വരുന്നു. ഒരു വിത്ത് ഇട്ടു, ഒരു ചെടിച്ചട്ടി, ഇല്ലേ? ആ ചെടിയിൽ മണ്ണിട്ടു, ആ മണ്ണാണ് അതിന്റെ വളം. അവിടെയാണ് നന്നായിട്ട് പൊടിച്ചു വരുന്നത്. അതുപോലെ പൊടിക്കാനുള്ള ഒരു സ്ഥലം, വളരാനുള്ള ഒരു സ്ഥലം മാത്രമാണ് സ്ത്രീയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത്. ഇത് വന്ന് ആ അണ്ഡവുമായിട്ട് യോജിച്ച് ഈ മൂന്ന് കവചങ്ങളെ ഭേദിച്ചിട്ടാണ് ഈ പറയുന്ന അണ്ഡവുമായിട്ട് സ്ത്രീയുമായിട്ട് പുരുഷന്റെ ബീജം ചേരുന്നത്. അകാര ഉകാരം അകാരങ്ങളാകുന്ന മൂന്ന് ആവരണങ്ങളാണ് എന്ന് പറയുന്നു. നമ്മുടെ മലത്രയങ്ങൾ എന്നൊക്കെ പറയും പോലെ ഇതൊക്കെ വളരെ സട്ടിലാണ്. ഇതിനെ ഭേദിച്ച് ഇതുമായിട്ട് സംഗമിക്കുമ്പോൾ ആ ഫെലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ച് തന്നെ ആ ഒരു ബീജം അണ്ഡവുമായിട്ട് സംഗമിച്ച് കഴിഞ്ഞിട്ട് അത് യൂട്രസിൽ പോണെങ്കിൽ തന്നെയും ഈശ്വരന്റെ അനുഗ്രഹം വേണം. ഇല്ലെങ്കിൽ അത് തിരിച്ച് വെളിയിൽ പോകും. ആ യൂട്രസിനകത്ത് വീണാൽ തന്നെ ആദ്യത്തെ 3 മാസം നമുക്ക് ചാൻസ് ഇല്ല. അത് വളരണോ വേണ്ടോ എന്നുള്ളത് യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രം തീരുമാനിക്കും. ഇല്ലെങ്കിൽ അബോർഷൻ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പുറത്തു കളയും വീണ്ടും. ഇത്രയും ചാൻസസ് എടുത്തിട്ടാണ് എന്താ പറയാ ഒരു ചെറിയ ഭ്രൂണമാകുന്നത്. അപ്പോ സ്വന്തം ശരീരത്തെ ഉണ്ടാക്കാനുള്ള വെപ്രാളം. കാരണം എനിക്ക് ശരീരം വേണം എന്ന് പറയുന്ന ആത്മാവാണ് ഈ വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ എപ്പോഴാണോ സ്ത്രീയുടെ അണ്ഡവുമായിട്ട് ചേരുന്ന അപ്പൊ തന്നെ തുടങ്ങും മൾട്ടിപ്ലൈ ചെയ്യാൻ. അതിന്റെ കോശങ്ങൾ വികസിക്കാൻ തുടങ്ങും, ഇല്ലേ? ഡിവൈഡ് ചെയ്ത് മിനിറ്റിന് ഇത്രയും സമയം എന്നാ പറയുന്നത്. ആദ്യത്തെ 3 മാസം കൊണ്ട് തന്നെ അതൊരു ചെറിയ എന്താ പറയാ ഒരു നീർക്കുമിള പോലെ, എന്താ പറയാ വെറും ഒരു ഉണ്ട പോലെ. അതിന് തലയൊന്നും കാണാൻ പറ്റില്ല, എങ്കിലും ബ്രെയിൻ നമുക്ക് കാണാം. ശിരസ് മാത്രം കാണാൻ പറ്റും. അതിങ്ങനെ ഒരു ചെറിയ ഉണ്ട പോലെ ആദ്യത്തെ 3 മാസം കൊണ്ട് അത് ഉറപ്പിക്കും, എനിക്ക് ഈ ശരീരം കിട്ടി, ഇനി ഇതിൽ വളരാം, എനിക്ക് തിരിച്ച് വീണ്ടും ഭൂമിയിൽ വരണം. അത്രയ്ക്ക് ആഗ്രഹമാണ് ആത്മാവിന് ശരീരമെടുത്ത് പുറത്തു വരാൻ. അപ്പൊ അതിങ്ങനെ എന്താ പറയാ 3 മാസം കഴിയുമ്പോൾ ആ യൂട്രസ് ഇത് എനിക്ക് വളരാനുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി അവിടെ പിന്നെയാണ് പെട്ടെന്ന് വേഗതയിൽ ആദ്യം ശിരസ്, ആ ശിരസിൽ നിന്ന് അവിടുത്തെ അവയവങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങള് അവിടെ നിന്ന് താഴോട്ട് ആ ഒരു 3 മാസം കഴിയുമ്പോൾ ആ ശിരസിലൂടെ ആ ഒരു ബ്രഹ്മരന്ധ്രത്തിലൂടെ കയറുന്ന ജീവൻ ആജ്ഞാചക്രത്തിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ എന്താ പറയാ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് ഇതെല്ലാം അവിടെ ഉണ്ടാക്കിയിട്ട് വീണ്ടും വിശുദ്ധി ചക്രത്തിലേക്ക് വന്നു. അവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ ഭാഗങ്ങൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഹാർട്ട് സെക്ഷൻ അനാഹത ചക്രത്തിൽ വരും. അവിടെ ഇരിക്കുന്ന ഹാർട്ട്, ലങ്സ് ഒക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് മണിപൂരക ചക്രത്തിലോട്ട് ഇറങ്ങും താഴോട്ട്. അതെല്ലാം ഓരോ മാസമായിട്ട് നടക്കുന്നതാണ്, അല്ലെ? ഗർഭോപനിഷത്ത് നിങ്ങൾക്ക് കേട്ടു നോക്കാം, വളരെ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് മണിപൂരക ചക്രത്തിൽ വരും. അവിടെ ഇരുന്നുകൊണ്ട് ആ വയറിന്, സ്റ്റൊമക്കിനകത്തുള്ള എല്ലാ സാധനങ്ങളും, അല്ലെ? ചെറുകുടല്, വൻകുടല്, കിഡ്നികള് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ട് ജനറ്റൽ ഏരിയ, അതായത് സ്വാധിഷ്ഠാന ചക്രത്തിൽ വരും. അവിടെ എന്താ പറയാ ആ ഒരു യൂട്രസ്, ഇത് പുരുഷന്മാരുടെ യൂറിനറി ബ്ലാഡർ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഏകദേശം 8-9 മാസം ആ ഒരു പ്രസവത്തോട് അടുക്കുന്ന സമയത്ത് നേരെ താഴെ പോയി മൂലാധാര ചക്രത്തിൽ പോയി ആ ഒരു കതക് തുറന്ന ഗേറ്റ് തുറന്ന് അകത്ത് കയറി നേരെ തന്റെ ഭർത്താവായിരിക്കുന്ന ശിവനുമായിട്ട് ആ ഒരു സ്വയംഭൂ ലിംഗത്തില് തല ചുറ്റി വീണ്ടും ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞ് അവിടെ കിടപ്പാണ്. പിന്നെ അടുത്ത മരണം വരെ അവിടെ കിടപ്പാണ്. ഈ അമ്മയെ ഉണർത്തണ വരെ അമ്മ എന്ത് ചെയ്യും? വളരെ സൈലന്റ് ആയിട്ട് അവിടെ കിടന്നു കളയും. കുഞ്ഞ് ജനിച്ച് ഭൂമിയിൽ ആദ്യത്തെ 1 വർഷം 2 വർഷം ഈ പറയുന്ന ആ ഒരു കുണ്ടലിനി ശക്തി മേളിലും താഴെയും വളരെ, അതായത് നമുക്ക് പ്രപഞ്ചത്തെ അറിയാതെ മായയിൽ പെടാതെ ശുദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ, അതാണ് കൊച്ചു കുഞ്ഞുങ്ങൾ ദൈവം എന്ന് പറയുന്നത്. ഈ ശക്തി ഈ അടപ്പ് തുറന്ന് മുകളിലും കുറച്ചുകൂടെ വളരെ ഫ്രീ ആയിട്ട്, കാരണം അതിനെ മായ ബന്ധിച്ചിട്ടില്ല അപ്പോഴും.
ആ ഒരു 1-2 ഭൂമിയിൽ കാല് വെക്കുന്ന സമയം അത് വീണ്ടും താഴോട്ട് പോകാൻ തുടങ്ങും. ഭൂമി എന്ന് പറഞ്ഞാൽ പതിച്ച സ്ഥലമാണ് അല്ലെ? കുഞ്ഞിന്റെ തലയാണ് പുറത്തേക്ക് വരിക ആദ്യം. അപ്പൊ ആ കാല് വെച്ച് നടക്കാൻ തുടങ്ങുമ്പോ തന്നെ എന്താ പറയാ, നമ്മൾ പറയും ആ ഉച്ചി ഉറച്ചു എന്ന്. അതായത് ബ്രഹ്മരന്ധ്രം വന്ന വഴി അടയ്ക്കും. അടച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഈ മൂലാധാരത്തില് ഈ പറയുന്ന ജീവൻ എന്ന് പറയുന്ന ആ ആരാണോ തന്റെ ശരീരത്തെ ഉണ്ടാക്കാൻ ഇപ്പൊ കേറിയ ആള് അവിടെ നമ്മളിപ്പോ രണ്ടുപേരും തമ്മിൽ ചേർന്നു എന്ന് പറഞ്ഞു, അതിന്റെ ഉള്ളിലാണ് ഈശ്വരൻ പ്രവേശിച്ചത് അല്ലെ? ആ ഈശ്വര ശക്തിയാണ് അവിടെ ഇരുന്ന് ഓരോന്നും ഉണ്ടാക്കി ആ 286 ദിവസം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശിശുവായതിനു ശേഷം ഇത് മൂലാധാരത്തിൽ ചെന്ന് ഉറങ്ങിക്കിടക്കും, ഉറങ്ങുന്ന പോലെ കിടക്കും അല്ലെ? പിന്നെ ഈ 1, 2, 3 ബാല്യം, കൗമാരം ഈ ദശകളിലൊന്നും അത് അനങ്ങത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കും. എപ്പോഴാണ് ചെറിയ കുട്ടികള് ചിലപ്പോ നമുക്കറിയാം ഈ ഒരു ശ്വേതകേതുവിനെ പോലെയുള്ള കുഞ്ഞുങ്ങളൊക്കെ അതിനെക്കുറിച്ച് പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ഈ ശക്തി ഉണരാൻ തുടങ്ങും. എപ്പോഴാണോ നമ്മൾ ആധ്യാത്മിക സാധനയിൽ കയറുന്നത് അപ്പം മാത്രമേ ഈ കുണ്ടലിനി ശക്തി ഉണരുള്ളൂ. അല്ലാതെ ഒരിക്കലും പ്രപഞ്ച വസ്തുക്കൾക്ക് വേണ്ടി അത് വരില്ല. അതിനല്ലാതെ തന്നെ അതിന്റെ ഒരു 40% വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ശരീര കർമ്മങ്ങളെല്ലാം നടക്കുക. അപ്പൊ അത് ഇതിങ്ങനെ മൂലാധാരത്തിൽ തന്നെ കിടക്കും. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് അറിയുമ്പോഴും അമ്മാന്ന് വിളിച്ച് നമ്മൾ ഓരോ ചക്രങ്ങളെ കുറിച്ചുള്ള ധാരണകൾ വന്ന് അതിനെ അവിടുന്ന് ഉണർത്തുമ്പോൾ മാത്രമാണ് അത് പതുക്കെ പതുക്കെ അവിടുന്ന് ഉണരാൻ തുടങ്ങുന്നതും ഈ പറയുന്ന കുണ്ടലിനി അല്ലെ? ബിസതന്തു തനീയസി, ആ താമര നൂല് പോലെ, അല്ലെങ്കിൽ മിന്നൽ പിണർ പോലെ തടില്ലതാ സമരുചി. അപ്പോ ഈ ഇത് നമ്മള് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന ജീവന് വളരെ സന്തോഷാവും. അതെ, അത് തന്റെ ആ ഒരു പ്രാണപ്രിയനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ആ പരബ്രഹ്മ തത്വത്തിൽ ചെന്ന് ലയിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ആ അനുഗ്രഹം തന്നുകൊണ്ടായിരിക്കും മൂലാധാരത്തിൽ പോയി വീണ്ടും ഉറങ്ങുക. ആ അനുഗ്രഹത്തെയാണ് നമ്മൾ അമൃതത്വം എന്ന് പറയുന്നത്. കാരണം ശരീരബന്ധമില്ലായിരിക്കും. നമുക്ക് ഈ ശരീരം ഉണ്ടാക്കണം എന്നുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങളും നമ്മളെ കർമ്മങ്ങളെല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യാത്തത് കൊണ്ടും നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലവുമായിട്ടാണ് നമുക്ക് ഈ ശരീരം വീണ്ടും കിട്ടിയത്. അപ്പൊ ഈ വീണ്ടും എന്താ, ഇതിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചൊരു റിവേഴ്സ്, നമ്മൾ പറയില്ലേ ആ ഒരു റിവേഴ്സ് ലെവലിൽ പോവുക. രമണ മഹർഷി എന്താ പറയുന്നത്, വന്ന വഴിയെ പോ. നീ നീ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഒന്നും കാണാനില്ല. തിരിച്ചെന്ന് വന്ന വഴിയെ നീ തിരിച്ചു പോയാല് നിനക്ക് നിന്റെ സ്വത്വത്തിലേക്ക്, നിന്റെ ആത്മാവ്, നീ എവിടുന്നാണ് വന്നത്, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നിനക്ക് മനസ്സിലാവും. അപ്പോ എന്താണ്, ഈ ഭൂമിയിൽ നമ്മൾ വെറുതെ വന്നവരാണോ? ചിന്തിച്ചു നോക്കൂ. ഈ പ്രകൃതിയിൽ ഞാനെന്നുള്ള അഹങ്കരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ റോൾ എന്താണ്? അപ്പൊ ഈ മനുഷ്യന് മാത്രമല്ല, ഇത് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാം ലിവിങ് ഓർഗാനിസത്തിനും ഉണ്ട്. കാരണം ഇതെല്ലാം അവർക്കും ബാധകമാണ്. കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നു മാത്രം. ഇത് പുരുഷൻ, സ്ത്രീ, മനുഷ്യന്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ മൃഗങ്ങൾക്കെല്ലാം ഇങ്ങനെ തന്നെയാണ്. അല്ലാത്തവർക്കൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ പ്രകൃതിയില് ഞാൻ എന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ റോൾ ഇപ്പൊ നമുക്ക് എന്തായി? 100, എത്രയാണ് 100-ല്? 0 അല്ലേ? നമ്മുടെ റോള് 0. നമുക്ക് ഈ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ റോളുള്ളൂ. ഞാൻ എനിക്ക് ചെയ്യുന്നു, എനിക്കിത് ചെയ്യണം, എനിക്ക് തിരിച്ചു പോകണം, എന്റെ ഈശ്വരനെ അടയണം. ആ ഒരു വിൽ പവർ നമ്മളിൽ ഉണ്ടായി നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം അല്ലെ? ആ ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവര, നിബോധത, ഇത് വരുന്നത് എപ്പോഴാ? ഈ ശരീരം കിട്ടിക്കഴിഞ്ഞ് മാത്രം. അപ്പൊ കിട്ടുന്നത് വരെ നമുക്ക് യാതൊരു റോളും ഇതില്ല അല്ലെ? ആ എന്താ പറയാ, ഈ എന്താ, ദിസ് പ്രോസസ് വിൽ ബി ഹാപ്പനിങ് വിത്ത് ദ വിൽ ഓഫ് ദി ഹയർ കോൺഷ്യസ്നെസ്, ബട്ട് ദാറ്റ് വി ആർ നൗ ഇൻ ദിസ് എർത്ത്. നമ്മളിവിടെ ഈ എർത്ത് എന്ന് പറഞ്ഞ ഇതിൽ കാരണം അവിടെ ഒരു കൂടിയാലോചന നടന്ന് അവിടുത്തെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഇവിടെ വന്നു. അപ്പൊ ആരോടാണ് നമുക്ക് കടപ്പാട്? ആരോടാണ് നന്ദി പറയേണ്ടത്? നമുക്ക് ഇതിനകത്ത് നന്ദി, നമുക്ക് ഇപ്പൊ തന്നെ വളരെ ക്ലിയർ ആണ് അല്ലെ? നമുക്കൊരു പാട്ടില്ലേ, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു അല്ലെ? ഭൂമിയിൽ വന്ന് അവതാരമെടുക്കാൻ, ശരിക്കും കറക്റ്റ് ഇതിന് തന്നെ വരുന്നുണ്ട്. ഭൂമിയിൽ വന്ന് അവതാരമെടുക്കാൻ പാതിമെയ്യായ പിതാവിനോ, പിന്നെ പാതിമെയ്യായ മാതാവിനോ, പിന്നെയും 10 മാസം ചുമന്ന് എന്നെ ഞാൻ ആക്കിയ ഗർഭപാത്രത്തിനോ. വളരെ ഇതുമായിട്ട് യോജിക്കുക. ഇതിലിപ്പോ നന്ദി നമുക്ക് ആരോടാ പറയേണ്ടത്? വളരെ അർത്ഥവത്തായിട്ടുള്ള ഈ വരികളാണ് അല്ലെ? നമുക്ക് ഭൂമിയിലേക്കുള്ള വരവിന്റെ ഡിസിഷൻ ഫാക്ടർ എന്താണ്? അപ്പോ ഓൾറെഡി ഡിസൈഡഡ് അല്ലെ? ഓൾ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് പ്രപഞ്ചത്തിന്റെ മേളിലിരിക്കുന്ന മഹാശക്തി, പ്രപഞ്ചത്തെ ഉണ്ടാക്കി പരിപാലിച്ച് തന്നിൽ ലയിപ്പിക്കുന്ന ഇവിടുത്തെ എല്ലാത്തിന്റെയും സൂപ്പർ എന്താ പറയാ, സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാം, എല്ലാത്തിന്റെയും അല്ലെ? സൂപ്പർ അധികാരി, മഹാരാജ്ഞി അമ്മ തന്നെയാണ്. അപ്പോ ആ ഒരു
പിന്നെ എങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ all are decided by our own karmas and that is decided by the higher consciousness. നമ്മൾ അതാണ് പറയുന്നത്, ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യൂ. കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ അർജുന, അല്ലെ? കർമ്മണ്യേ വ്യാധികാരസ്തേ മാ ഫലേഷു കഥാചന. അപ്പോ നീ കർമ്മം ചെയ്യൂ, അതിന്റെ ഫലം ഞാൻ തന്നോളാം. കാരണം അത് തന്നോളാം എന്ന് പറഞ്ഞാൽ എന്താ? അതേ നടക്കുള്ളൂ. ഇവിടെ ഒരു ബഹളമോ സത്യാഗ്രഹമോ അവിടെ കിടന്ന് ഈശ്വരന്റെ മുമ്പിൽ കിടന്ന് ഉരുണ്ടിട്ടോ ശയനപ്രദക്ഷിണം നടത്തിയിട്ടോ കുറെ ഈശ്വരനെ വഴക്ക് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. ഈ സത്യത്തെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിച്ചാല് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവര് നമ്മുടെ അച്ഛനമ്മമാരാണ്, അവര് നമ്മളെ കറക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ആ കറക്ഷൻ വരേണ്ടത് ഹയർ ലെവലിൽ നിന്നാണെന്ന് മാത്രം. അപ്പൊ ആ പരമമായിരിക്കുന്ന ശക്തി, പരാശക്തി, അല്ലെ? അപ്പോ ഈ ജനന മരണങ്ങൾ എന്നത് ഈ ജീവൻ തന്നെ എടുക്കുന്ന വിധി, ആ വിവിധ നാമരൂപങ്ങളാണ്, ഇല്ലേ? നമ്മൾ ചോദിക്കും ആണോ എന്നുള്ള ചോദ്യത്തിന് എന്താ? അപ്പോ ഒരിക്കൽ ആ പരാശക്തിക്ക് നമ്മൾ ശരണാഗതി ചെയ്താല്, ആ ജഗദമ്പിയെ നമ്മൾ അമ്മയായിട്ട് കണ്ടാല്, ഒന്നും വേറൊന്നിൽ നിന്ന് വ്യത്യസ്ത രൂപമല്ല എന്ന് മനസ്സിലാക്കിയാല്, ഇല്ല ഇവിടെ ദ്വൈതമില്ല, രണ്ടില്ല, ഇവിടെ ഉള്ളതിലെല്ലാം അമ്മയാണെന്ന് കണ്ടാല് നമുക്ക് മനസ്സിലാവും നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ഭ്രമമാണ്, ഇല്ല? ഏകം സത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സത്യം ഒന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ശങ്കരാചാര്യർക്ക് എന്താ പറയാ, ആ ഒരു കാശി നിർവാണ അഷ്ടകത്തില് ശങ്കരാചാര്യ സ്വാമികള് കാശിയില് ഒരു ഗംഗാതില് കുളിക്കാനായിട്ട് പോകുമ്പോ തന്റെ എതിരെ വരുന്ന ഒരു ചണ്ടാലൻ വന്നപ്പോ ചണ്ടാലനോട് മാറി നിൽക്കാൻ പറഞ്ഞു, അല്ലേ? ഗച്ഛ ഗച്ഛ എന്ന് പറഞ്ഞു, മാറി നിൽക്കൂ. അതിന് മറുപടിയായിട്ട് ആ ചണ്ടാളൻ ചോദിച്ചു, അല്ലയോ അങ്ങ് എല്ലാം അറിയുന്ന ആളല്ലേ, അങ്ങ് എന്തിനാണ് മാറാൻ പറഞ്ഞത്? ഈ ശരീരത്തെയാണോ? അതാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ ശരീരങ്ങളും ഒരേ സാധനങ്ങളോടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പഞ്ചഭൂത നിർമ്മിതമാണ് ഈ രണ്ട് ശരീരങ്ങളും. ആ ആത്മാവിനെ ആണെങ്കിൽ അത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. എവിടേക്കാണ് ഞാൻ മാറേണ്ടത് അതുകൂടെ പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ഇതിലെന്താ വ്യത്യാസം? നമ്മുടെ എല്ലാവരുടെയും ശരീരം ഒരേ മെറ്റീരിയലോട് ഉണ്ടാക്കിയിരിക്കണം. അകത്തിരിക്കുന്ന വസ്തു ഒന്ന്, ഏകം. പക്ഷേ പലതായിട്ട് തോന്നുന്നു. ഇതിനെയാണ് നമ്മളെ മായാജാലം, അല്ലെ? ഇന്ദ്രജാലം. അപ്പോ ആ ശങ്കരാചാര്യ സ്വാമികൾക്ക് ഇത്രയും അറിവുള്ള അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത്, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ ശിവ കേവലോഹം അഹം ശിവഹ, ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന, സച്ചിദാനന്ദ രൂപമായിരിക്കുന്ന, ഏകമായിരിക്കുന്ന ആ ശിവൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ. നമ്മുടെ അച്ഛനും ആ ജഗദംബിക ആണ് നമ്മുടെ അമ്മയും, അല്ലെ? ആ ജഗത് മാതാപിതാക്കളായിരിക്കുന്ന സ്ത്രീയും പുരുഷനുമായിട്ടിരിക്കുന്ന രണ്ട് ത്യാഗങ്ങൾ ചെയ്യുന്ന രണ്ടുപേര്, ആ ശിവൻ ശക്തി, ആ ആദ്യത്തെ ആ ശുദ്ധ തത്വങ്ങൾ കഴിഞ്ഞ് ശുദ്ധാശുദ്ധ തത്വങ്ങളിൽ ആദ്യം വരുന്ന ആ ഒരു സദാശിവൻ കഴിഞ്ഞ് എന്താ പറയാ, സദാശിവൻ, രുദ്രൻ, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, ഈ 5 പേര് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എല്ലാം അശുദ്ധ തത്വങ്ങൾ. അതില് ആദ്യം ഈ ശക്തി തന്നെ അവര് രണ്ടായിട്ട് പിരിഞ്ഞു. ഒരു വിത്തിനകത്ത്, ഒരു കടലയ്ക്കകത്ത് 2 മണികളെ നമ്മൾ കണ്ടു, അല്ലെ? ഒന്ന് രണ്ടായിട്ട് പിരിഞ്ഞു. അവര് തന്നെയാണ്, ഒരാള് തന്നെയാണ് രണ്ടായിട്ട് പിരിഞ്ഞു വന്നിരിക്കുന്നത്. അവരാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ലീലകൾ ആടുന്നത്. അവരാണ് നമ്മുടെ ഉള്ളിൽ ശിവശക്തികളായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളില് ശിവനുണ്ട്, ശക്തിയുണ്ട്, ഇടയുണ്ട്, പിങ്കളയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. ഇവര് രണ്ടുപേരും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോ എന്തിനാണ് നമ്മള് ശരീരത്തിന്റെ പേരിലോ മറ്റുള്ള നാമരൂപങ്ങളുടെ പേരിലോ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത്? അതാണല്ലോ ഇന്നത്തെ ഈ പ്രപഞ്ചം നശിക്കാൻ കാരണം, യുദ്ധങ്ങൾക്ക് കാരണം, അല്ലെ? ഞാൻ വലുത്, നീ വലുത്. നമ്മള് താരതമ്യപ്പെടുത്തുന്നത് വേറെ എന്തൊക്കെയോ ക്രൈറ്റീരിയ, വളരെ സില്ലി ആയിട്ടുള്ള, ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരാൾ വലുത് ഒരാൾ ചെറുതെന്ന് കാണുന്നു. അപ്പൊ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ശരീരം ഒന്നാണ്, ആത്മാവും ഒന്നാണ്. ഇവിടുന്ന് ഒരിടത്തോട്ട് മാറാനോ പോകാനോ ഒന്നും പറ്റില്ല. അപ്പൊ സമുദ്രത്തില് തിരമാലകള്, ആ തിരമാലകൾ തന്നെയാണ് നുരയും പതയും കുമിളകളും എല്ലാം ജലം തന്നെയാണ്, അല്ലെ? അത് സൂര്യ താപമേറ്റ് വീണ്ടും ബാഷ്പീകൃതമായിട്ട് പോയിട്ട് വീണ്ടും മഴയായിട്ട് ജലമായിട്ട് ഭൂമിയിൽ വരണു. ആകാശത്ത് കാണുന്ന ഒരേ ഒരു സൂര്യൻ, അതിനെ നമ്മൾ പല നിറമുള്ള കുടങ്ങളിൽ വെള്ളം എടുത്തു വെച്ചാൽ പല നിറത്തിൽ കാണുന്നു, പല വർണ്ണങ്ങളിൽ കാണുന്നു. അപ്പോ ആ കുടം ഒടയുമ്പോൾ, അല്ലെ? ഘടം എന്ന് പറഞ്ഞ കുടം, ആ കുടം ഒടയുമ്പോൾ പലതുണ്ടെന്ന പ്രതീതി മാറിയിട്ട് ആ ഒരു സൂര്യനെ മാത്രം അറിയണം.